ബോധം വന്നോ? സ്വബോധമുള്ളപ്പോ സംസാരിക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്നലെ രാത്രി കോമരം തുള്ളി വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങളും കൂടെ പറഞ്ഞോണ്ടല്ലേ അവള് ചടങ്ങിന് പോയത്. എടാ, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിന്നേക്കാൾ കുറച്ചെങ്കിലും മൂത്തതാണല്ലോ നിന്റെ അച്ഛൻ. അതുകൊണ്ട് പറയാ, ഈ എടുത്തിയാട്ടം നല്ലതിനല്ല. രാവിലെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് നബീസ് വീട്ടിന് വെളിയിൽ ഇറങ്ങിയില്ല. പൊടിമോളെ പോലും ചോദിച്ചിട്ട് തന്നില്ല. വാശിയില്ല അവര്. അതിന് കുഞ്ഞ് അവളുടെ മാത്രമല്ലല്ലോ. എന്റെ കുഞ്ഞെവിടെ? കുഞ്ഞ? ഏത് കുഞ്ഞ്? നിങ്ങളാരാ മനസ്സിലായില്ല? എന്താ കള്ളു കുടിച്ച് വെളിവില്ലാതെ വീണ്ടും പോരിന് വന്നാണ്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് ബഹിപ്പില്? നിങ്ങളുടെ നിക്കാഹ് ആചാരപ്രകാരം നടന്നാണോ? അല്ല. നിയമപ്രകാരം നടന്നാണോ? അതും അല്ല. അപ്പൊ പിന്നെ ഇയാണ് കുഞ്ഞിന്റെ വാപ്പാന്നുള്ളതിന് എന്താണ് തെളിവ്? സമുദായവും ബന്ധുക്കളും ഇല്ലാതെ നബീസു മനസ്സാ വരിച്ചതാ തന്നെ. ഇപ്പൊ ഓള് തന്നെ മനസ്സാ ഉപേക്ഷിച്ചു. നിനക്ക് പോകാം. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ? നബീസു, ഇന്നലെ രാത്രിയും എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഒരുപാട് സ്നേഹമുള്ള അങ്ങനെയൊക്കെ ഞാൻ എല്ലാരും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൈ പിടിച്ച് വന്നോളാം ഞാൻ. ആ എന്റെ മുഖത്താ നിങ്ങൾ വാതില് കൊട്ടിയടച്ചത്. പടച്ചോനെ പോലെ ഞാൻ കരുതുന്ന വല്യമ്മയെ തല്ലിയത്. വേണ്ട, ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. ഇനി എന്താ പൊയ്ക്കൂടെ? ആട്ടി അകറ്റിയിട്ടും പോണില്ല എന്ന് വെച്ചാ പിടിച്ചിറക്കന്നെ. വാടാ പോടാ. അയ്യോ മോഹൻ, എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? പോണം, പോയേ പറ്റുള്ളൂ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ മോനെ? ആലോചിച്ചു. കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്യാന്ന് ഞാൻ സമ്മതിച്ചു. ബോംബെ ചെന്ന ടിക്കറ്റ് റെഡിയാവും. എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞു. ഒളിച്ചോടാൻ നീ ഒരു സ്ഥലവും കണ്ടെത്തി. ഈ അച്ഛനും അമ്മയും ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരെ നാട്ടിലാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. വേണ്ട മോനെ, ഒരു തീരാ ദുഃഖം പേറി വന്നവരാ നമ്മള്. ആ നെഞ്ചിൽ ഇനി ഒരു ഭാരം കൂടെ തന്ന്. വേണ്ട, നമുക്ക് എങ്ങനെ പോണ്ട. പറ്റില്ലമ്മേ, ഇനി ഇവിടെ നിൽക്കാൻ അമ്മയുടെ മോനെ കൊണ്ടാവില്ല. പോയേ തീരൂ. ജമീല, അങ്ങനെ ആ ശല്യം പോയി. ഓളെ ഒരു നോക്ക് കാണാതെ പോവാൻ പറ്റുമോ നിനക്ക്? വേണ്ട, നിന്റെ കുഞ്ഞിനെ. നിന്റെ അള്ളാഹ്ക്കറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. നീ വിളിച്ച എല്ലാം മറന്ന് ഓള് വരുന്ന എന്റെ മനസാക്ഷി പറയുന്നുണ്ട്. ഒന്ന് വിളിച്ചൂടെ? ഈ മൂസൂട്ടിന്റെ അവസാനത്തെ അപേക്ഷയാ. ചെല്ല്. വിളിക്കാം. ഓളെന്തീന് അകത്തിരുന്ന് കരയാ. നബീസു, ഇവൻ പോയില്ലേ ഒരു വിളി കേട്ട്?
നബീസു ശല്യം ചെയ്യാനല്ല, നിന്നെ ഒന്ന് കാണാനാ. വല്യമ്മാമയ്ക്ക് നീ തന്ന വാക്ക് മറന്നു അല്ലേ? കണ്ണീട്ടിനെ തിരിച്ചു വരില്ലേ ഇക്ക? സ്നേഹം തേടി വന്നവരാ, കണ്ടില്ലേ? കണ്ണീരായിട്ടാ തിരിച്ചു പോണത്. പല കുലുങ്ങിയാലും മമ്മത് കുലുങ്ങിയില്ല എന്ന് വെച്ചാ ഇന്നുകൊണ്ടൊരു തീരുമാനം നമുക്കറിയണം. അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത്. തീരുമാനിക്കാനൊന്നുമില്ല. ഒരിക്കലും ഒരു കയ്യബ്ദം പറ്റി. അന്യജാതിക്കാരന്റെ കൂടെ പോയി ഓനെല്ലാം ശിക്ഷ നൽകി. ഇനിയിപ്പോ ജമാലുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം. കണ്ടില്ലേ, ജമാലിപ്പ നല്ല മര്യാദക്കാരനാ. ഒരുത്തൻ ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് തന്നെ ഉണ്ടാ വലിയ മനസ്സല്ലേ നബീസു? എന്തേ ഈ സമ്മതം മൂളിയാ മതി, ബാക്കി കാര്യം നമ്മൾ ഏറ്റു. ഞാൻ പറഞ്ഞതാണല്ലോ, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. മറ്റൊരു നിക്കാഹിനെ പറ്റി മനസ്സാ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്ന്. സമ്മതം ചോദിക്കല്ല, പിടിച്ച് കെട്ടിക്കാണ് വേണ്ടത്. ഉമ്മാക്കൊന്ന് ഉപദേശിച്ചാലെന്താ? പറയാന്നല്ലാതെ കൊല്ലാൻ പറ്റുമോ? ഒരാൺതുണയില്ലാണ്ട് ഈ ജമ്മം തൊലയ്ക്കാനാ എന്റെ ഉദ്ദേശം. പാപ്പ മരിച്ചപ്പോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ? അതുപോലെ എന്റെ മോൾക്ക് വേണ്ടി ഞാനും കഴിഞ്ഞോളാം. ഈ കയ്യിലടിച്ച ഞങ്ങള് വാക്ക് തന്ന്, അതുകൊണ്ടാ ഈ വേഷം കെട്ട്. ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കേ. ക്ഷമിച്ചാ ജമേ, നമ്മള് വാക്ക് പാലിച്ചിരിക്കും. മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലോന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അതേതായാലും നന്നായി. 1-2 വർഷം ആളില്ലാതെ കിടന്ന് വീടാൻ തോന്നൂല. ഓളവിടെ ഉണ്ടാവില്ല. പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ആവതും പാടുപെടുന്നുണ്ട്. ഹേയ്, നമ്മടെ കുഞ്ഞുമ്മക്കേ പൊടിമോളില്ലത്. പൊടിമോളെ നിക്ക്. എല്ലാത്തിനും വിഷം കുത്തിച്ചിരിക്കുക ആ കുഞ്ഞുമുക്ക. എന്റെ മടിയിൽ വളരുന്ന മോളാ അത്. കണ്ടില്ലേ? അമ്മ വിഷമിക്കാതിരി, എല്ലാം നേരെയാവും. ആ, എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ഒരു വിശേഷമുണ്ട്. ഇങ്ങടെ ആളെ ഞാൻ കയ്യോട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേടി, ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട്. ആരുടെ കാര്യം നിങ്ങളീ പറയുന്നേ? നിന്റെ കെട്ടിയോന്റെ കാര്യം, അല്ലാതെ ആരുടെയാ? എനിക്ക് കേക്കണ്ട. നിനക്ക് അയാളെ കാണണമെന്നില്ലേ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം, എത്ര നേരമെന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട്. പാവം തോന്നുന്നുണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ. നമ്മള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ?